ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് പഴയ എൻഫീൽഡിന്റെ നിലവാരം പുതിയ എൻഫീൽഡിന് കിട്ടുന്നില്ല. അതാണ് നമുക്ക് ഒന്നാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പുതിയ എൻഫീൽഡ് വലിയ മെയിൻ്റെനൻസോ കാര്യങ്ങളോ വരാതെ കെയർ ചെയ്ത് കൊണ്ടുപോകാം. ഇതാണ് രണ്ടാമത്തെ ടോപ്പിക്ക്. രണ്ടാമത്തെ ടോപ്പിക്ക് ഞാനൊരു 5 ടിപ്പ് വഴിയാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ 3 കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, രണ്ടെന്ന് പറയുന്ന ഓണേഴ്സ് മാനുവലാണ്, മൂന്നാമത്തെ കാര്യം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ചെന്നൈ റോയൽ എൻഫീൽഡിന്റെ മാനുഫാക്ചറിംഗ് ഫാക്ടറി വർക്ക് ചെയ്യുന്ന എന്റെ ഫ്രണ്ട് പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ബേസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വൈകിക്കാതെ തന്നെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. എന്തുകൊണ്ടാണ് പഴയ ബുള്ളറ്റിന്റെ നിലവാരം നമുക്ക് പുതിയ ബുള്ളറ്റിന് ലഭിക്കാത്തത്? അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. തന്നെ അറിയാം, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. പണ്ട് നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഉണ്ടായിരുന്ന എൻഫീൽഡിന്റെ വണ്ടികളും ഇപ്പോൾ ഉള്ള വണ്ടികളൊന്നും ചെക്ക് ചെയ്ത് നോക്കുക. പണ്ട് നമുക്ക് നമ്മുടെ ലൊക്കാലിറ്റി നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1-2 വണ്ടികൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അതിന്റെ സ്ഥാനത്ത് 100 കണക്കിന് വണ്ടികളാണ് നമുക്ക് ഓരോ ദിവസവും നിരത്തിലിറങ്ങുന്നത്. അപ്പോൾ അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം. നമ്മളിപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുകയാണെങ്കിലും അതിന് QC ഉണ്ടാവും. QC എന്ന് പറയുന്ന ക്വാളിറ്റി ചെക്കിങ്. ഇപ്പോൾ ഫുഡ് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന വണ്ടികളായിക്കോട്ടെ, എന്ത് കാര്യങ്ങളാണെങ്കിലും അതിന് QC ഉണ്ടായിരിക്കും. അപ്പോൾ ഈ QCയിൽ വരുന്ന അഭാവമാണ് പ്രധാനപ്പെട്ട ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്ക് പറ്റുന്ന പ്രധാനപ്പെട്ട കാരണം. പണ്ട് നമ്മളൊരു റോയൽ എൻഫീൽഡിന്റെ വണ്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 മാസം അല്ലെങ്കിൽ ഒരു 5 മാസം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ വണ്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 20 ദിവസം കൊണ്ട് തന്നെ അവർ നമുക്ക് ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കി തരുന്നുണ്ട്. അത് ക്വാളിറ്റി ചെക്ക് ചെയ്യാത്ത തരത്തിലുള്ള വണ്ടി, ചെറിയ രീതിയിലുള്ള ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും വണ്ടികൾ നമ്മുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ ക്വാളിറ്റി ചെക്കിന്റെ അഭാവം കൊണ്ടാണ് നമുക്ക് ക്വാളിറ്റി ചെക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രാങ്ക് വെയിറ്റ് പണ്ടത്തെ വണ്ടികളിൽ നമുക്ക് മൈലേജ് കുറവായിരുന്നു, പക്ഷെ കംഫർട്ട്നെസ് കൂടുതലാണ്, എഞ്ചിൻ ലൈഫും കൂടുതലാണ്. കാരണം അതിൽ ക്രാങ്ക് വെയിറ്റ് കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളിൽ അവർ ക്രാങ്ക് വെയിറ്റ് കുറച്ചിട്ടുണ്ട്. BS4 വണ്ടികൾക്ക് ക്രാങ്ക് വെയിറ്റ് കുറച്ചതിന്റെ ഭാഗമായിട്ട് വണ്ടിയുടെ കംഫർട്ട്നെസ്സും അതുപോലെ എഞ്ചിൻ ലൈഫും കുറച്ചിട്ടുണ്ട്. മൈലേജ് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരിപ്പോൾ ക്രാങ്ക് വെയിറ്റ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് പണ്ടത്തെ എൻഫീൽഡിന്റെ നിലവാരം പുതിയ വണ്ടികൾക്ക് നമുക്ക് കിട്ടാതിരിക്കാൻ കാരണം. ക്വാളിറ്റി ചെക്കിങ്ങിന്റെ അഭാവത്തോടു കൂടി നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന ഇങ്ങനെയുള്ള പുതിയ മോഡൽ വണ്ടികൾക്ക് നമുക്ക് എങ്ങനെ കെയർ ചെയ്യാം, അതായത് അധികം മെയിൻ്റെനൻസ് ഒന്നും വരാതെ നമുക്ക് എങ്ങനെ കെയർ ചെയ്യാം എന്ന് ഉള്ളതിനെ പറ്റിയിട്ടാണ് എൻ്റെ രണ്ടാമത്തെ ടോപ്പിക്ക്. അതായത് 5 ടിപ്സ് വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ നമുക്ക് 5 ടിപ്സിലേക്ക് കടക്കാം. 1. എഞ്ചിന്റെ ലൈഫ് കൂട്ടാൻ വേണ്ടി നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് ഈ ഒരു മന്ത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അതായത് ബുള്ളറ്റ് ഈസ് റൈഡിംഗ് ബൈക്ക്, ഇസ് നോട്ട് എ റേസിംഗ് ബൈക്ക്. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം എഞ്ചിൻ പണിയൊന്നും നിങ്ങളുടെ വണ്ടിക്ക് വരില്ല. അതുപോലെ എഞ്ചിന് നിങ്ങൾക്ക് ലൈഫ് കൂട്ടാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ ലോങ് റൈഡ് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള 1 hour ഉള്ള റൈഡിങ്ങിലോ അല്ലെങ്കിൽ 60 കിലോമീറ്ററിലോ നിങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി അത്യാവശ്യം ഒന്ന് ഒതുക്കി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കുക. ഇത് വണ്ടിയുടെ എഞ്ചിന്റെ ലൈഫ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ സാധിക്കുന്നതായിരിക്കും. അതുപോലെ മറ്റുള്ളവരെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, ഒരു 40 km/h എത്തുമ്പോൾ തന്നെ 5th ഗിയറും ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. നിങ്ങൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഗിയർ ഒരു പാറ്റേൺ ഉണ്ട്. 0 to 5 ഫസ്റ്റ് ഗിയർ ചേഞ്ച് ചെയ്യണം. അതുപോലെ 5 to 15 നിങ്ങൾ സെക്കൻഡ് ഗിയർ ചേഞ്ച് ചെയ്യണം. 15 to 13 നിങ്ങൾ തേർഡ് ഗിയർ ചേഞ്ച് ചെയ്യണം. 13 to 50 നിങ്ങൾ 4th ഗിയർ മസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യണം. അതിനുശേഷം ഒരു 60 km/h ശേഷമായിരിക്കണം നിങ്ങൾ 5th ഗിയർ ടോപ്പ് ഗിയർ, അതായത് ടോപ്പ് ഗിയർ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഗിയർ പാറ്റേൺ നിങ്ങൾ കറക്റ്റായിട്ട് ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനിൽ കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് തന്നെ വരില്ല. 2. ബാറ്ററി ലൈഫ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, രാവിലെ എണീക്കുന്ന സമയത്ത് വണ്ടി നമ്മൾ മാക്സിമം കിക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നെ എടുക്കുക. കിക്ക് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വണ്ടി അപ്പാടെ എടുത്തുകൊണ്ട് പോകരുത്. കിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ നമ്മൾ വണ്ടി അതേ കണ്ടീഷനിൽ, സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ നമ്മൾ വെച്ചിരിക്കണം. ഇത് വണ്ടിയുടെ ബാറ്ററി ലൈഫ് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാവരിലും കണ്ടുവരുന്ന പ്രവണതയാണ്, വണ്ടി നമ്മൾ ഓടി വന്നതിന് ശേഷം നമ്മൾ വണ്ടി ചാവി ഓഫ് ചെയ്തെടുക്കുന്ന ഒരു പ്രവണത. അത് ചെയ്യരുത്. നിങ്ങൾ ആദ്യം വണ്ടി നിന്നതിന് ശേഷം ഇഗ്നിഷൻ ഓഫ് ചെയ്യുക. ഇഗ്നിഷൻ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ചാവി ഓഫ് ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ ബാറ്ററി ലൈഫ് കൂട്ടാൻ സാധിക്കും. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗിയർ ഇട്ടതിന് ശേഷം, ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ച് പിടിച്ചിട്ട് സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രവണത എല്ലാവരും കണ്ടുവരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ബാറ്ററി ലൈഫിനെ വല്ലാണ്ട് ബാധിക്കുന്നതാണ്. അതിന് പകരമായി നിങ്ങൾ ന്യൂട്രൽ ഇട്ടതിന് ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ലൈഫ് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും.
ടിപ്പ് നമ്പർ 3, ചെയിൻ സോക്കറ്റ്. ചെയിൻ സോക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ചെയിൻ സോക്കറ്റ് പ്രധാനമായിട്ടും ഇതിന്റെ റേറ്റ് വരുന്നത് 4000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു മിനിമം ചെയിൻ സോക്കറ്റിന്റെ ലൈഫ് എന്ന് പറയുന്നത് 20,000 കിലോമീറ്റർ ആണ്. നിങ്ങൾക്ക് ചെയിൻ സോക്കറ്റിന്റെ ലൈഫ് അത്രയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയിൻ സോക്കറ്റ് 500 കിലോമീറ്റർ വീതം ആവുന്ന സമയത്ത് ചെയിൻ സോക്കറ്റ് ലൂബ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ഷോറൂമിൽ പോയാണ് ലൂബ് ചെയ്യുന്നെങ്കിൽ ഒരു ചെയിൻ ലൂബിങ്ങിന് 150 രൂപയാണ് ചാർജ് വരുന്നത്. പക്ഷെ നിങ്ങൾ ഒരു ചെയിൻ ലൂബറും ഒരു ചെയിൻ ക്ലീനറും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചെയിൻ ലൂബറും ചെയിൻ ക്ലീനറും വെച്ച് ഏകദേശം ഒരു 10 മുതൽ 15 പ്രാവശ്യം വരെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലൂബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 500 കിലോമീറ്റർ വീതം ആവുമ്പോൾ ചെയിൻ ലൂബ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ ചെയിൻ സോക്കറ്റിന്റെ ലൈഫ് വർദ്ധിക്കാനായിട്ട് ഇത് കാരണമാവുന്നതായിരിക്കും. നമ്പർ 4, സൈലൻസർ ചേഞ്ചിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ബുള്ളറ്റിൽ സൈലൻസർ ചേഞ്ച് ചെയ്യാത്തതായിട്ട് ആരുമില്ല. ഒരു 100%-ൽ 90% ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ് ബുള്ളറ്റിൽ നമുക്ക് സൈലൻസർ ചേഞ്ച് ചെയ്യുന്നത്. അത് പണ്ടത്തെ ബുള്ളറ്റിന്റെ സൗണ്ടും കാര്യങ്ങളും നമുക്ക് തിരിച്ച് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സൈലൻസർ ചേഞ്ച് ചെയ്യുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, സൈലൻസർ ചേഞ്ച് ചെയ്യുക. പക്ഷേ അത് നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ 30,000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം മാത്രം സൈലൻസർ ചേഞ്ച് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ എഞ്ചിൻ ലൈഫ് കുറയുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ എഞ്ചിന്റെ സൗണ്ട് മാറാനും അതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ സൈലൻസർ ചേഞ്ച് ചെയ്യാനിരിക്കുന്നവർ 30,000 കിലോമീറ്ററിന് ശേഷം സൈലൻസർ ചേഞ്ച് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതൊരു ടിപ്പല്ല, ഇതൊരു ചെറിയ അവയർനെസ് ആണ്. ഒന്നാമത്തെ അവയർനെസ് എന്ന് പറയുന്നത് നമുക്ക് എഞ്ചിൻ ഓയിലിന്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എഞ്ചിൻ ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 4000 കിലോമീറ്റർ തന്നെ നിങ്ങൾ കമ്പൾസറി ആയിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റാൻ ശ്രമിക്കുക. ആ എഞ്ചിൻ ഓയിൽ മാറുമ്പോൾ നിങ്ങൾ ഷോറൂമിൽ കൊടുത്തതിന് ശേഷം എഞ്ചിൻ ഓയിൽ മാറുന്നത് അത് എനിക്ക് ചെറിയ രീതിയിലൊരു വിയോജിപ്പുണ്ട്. കാരണം നിങ്ങൾക്ക് ഷോറൂമിൽ കൊടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങളൊരു എഞ്ചിൻ ഓയിൽ മേടിച്ചതിന് ശേഷം അടുത്തുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിലോ എവിടെയെങ്കിലും പോയതിനു ശേഷം അവിടെ നിന്ന് എഞ്ചിൻ ഓയിൽ മാറുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എഞ്ചിൻ ഓയിൽ 4000 കിലോമീറ്റർ തന്നെ കമ്പൾസറി ആയിട്ട് മാറാനായി ശ്രമിക്കുക. അതിനുശേഷം രണ്ടാമത്തെ അവയർനെസ് എന്ന് പറയുന്നത് നമുക്ക് ടയറിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് നൈട്രജൻ എയർ ആയിരിക്കണം. നൈട്രജൻ എയർ ഫില്ല് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ടയറിന്റെ ലൈഫിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതായിരിക്കും. നല്ല രീതിയിലുള്ള ടയറിന് ലൈഫ് കിട്ടുന്നതായിരിക്കും. രണ്ട് സൈഡ് നമ്മൾ ഫ്രണ്ട് സൈഡിൽ 24 PSIയും ബാക്ക് സൈഡിൽ നമുക്ക് 36 PSIയുമാണ് റെസ്പെക്റ്റീവ്ലി വരുന്നത്. അതിനുശേഷം മൂന്നാമത്തെ ഒരു അവയർനെസ് എന്ന് പറയുന്നത് നമുക്ക് ടാങ്കിൽ പെട്രോൾ ഫില്ലിങ്ങിനെ പറ്റിയിട്ടാണ്. നിങ്ങളിത് പെട്രോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ പ്രീമിയം പെട്രോൾ യൂസ് ചെയ്യുക. അതായത് പവർ പെട്രോൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി മൈലേജ് എക്സ്ട്രാ കിട്ടും. അത് കൂടാതെ തന്നെ നിങ്ങൾ പെട്രോൾ ഇതിൽ നെക്ക് ലെവലിൽ പെട്രോൾ ഫില്ല് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ നെക്ക് ലെവലിൽ ഫില്ല് ചെയ്യുമ്പോൾ ടാങ്കിനകത്ത് ഉയർന്ന തരത്തിലുള്ള മർദ്ദം, അതായത് ഡെൻസിറ്റി ഒരുപാട് വന്നതിന് ശേഷം നമുക്ക് ചില സമയങ്ങളിൽ വണ്ടി സ്റ്റാർട്ട് ആവാതിരിക്കും. അപ്പോൾ നിങ്ങൾ നെക്ക് ലെവലിൽ പെട്രോൾ ഫില്ല് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങൾ വരണമെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ തിരിച്ചു വരാം. അതുവരെയും